ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. ഇത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ ഗോതമ്പ് മാവ് അതുപോലെ തന്നെ അരിമാവൊക്കെ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ അരിപ്പയിൽ വെച്ച് അരിക്കുകയാണെങ്കിൽ ആ സൈഡിലൊക്കെ നമ്മളെ കൗണ്ടർ ടോപ്പിലൊക്കെ നിറയെ അത് തെറിച്ച് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് ഇന്ന് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മാവൊക്കെ അരിക്കുമ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളിലോ മാവെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് അരിപ്പയിലൊന്ന് വച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു മാവ് പോലും പുറത്താവാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു ടിപ്സാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഞാൻ അതവിടെ മാവ് ഒരു സൈഡിൽ പോലും ആവാതെ ഞാൻ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ടിപ്സാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവൊക്കെ കുഴച്ചെടുക്കിയ ശേഷം നമുക്ക് അന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അത് കുറച്ച് നേരമൊക്കെ ആകുമ്പോൾ തന്നെ മാവ് നല്ലതുപോലെ ഡ്രൈ ആയി പോകാറുണ്ട്. ഒട്ടും തന്നെ സോഫ്റ്റായി കിട്ടാറില്ല ചപ്പാത്തി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച ശേഷം ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രങ്ങളിലോ ആക്കിയ ശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് തടവി വയ്ക്കുകയാണെങ്കിൽ, നല്ലതുപോലെ ഒന്ന് തടവി വയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ മാവ് ഡ്രൈ ആയി പോകാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മാവിൽ എണ്ണ പുരട്ടിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ പിറ്റേന്നൊക്കെ എടുത്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ നല്ലതുപോലെ പഞ്ഞി പോലെ ഇരിക്കും. കണ്ടോ, നല്ലതുപോലെ അത് പൊങ്ങി നല്ലതുപോലെ സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടിപ്സാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കണ്ട നല്ലതുപോലെ പഞ്ഞി പോലത്തെ ചപ്പാത്തി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചപ്പാത്തിയുടെ മാവൊക്കെ നമുക്ക് മിച്ചം വരികയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ചോറൊക്കെ വേവിച്ച ശേഷം പിറ്റേന്നൊക്കെ നമുക്ക് ചോറൊക്കെ മിച്ചം വരാറുണ്ടല്ലോ, തലേ ദിവസത്തെ ചോറൊക്കെ. അപ്പോൾ നമ്മളത് വെള്ളത്തിലിട്ട് നമ്മൾ അത് ഊറ്റി വേവിച്ചെടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി വെന്ത് കുഴഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമുക്ക് ഈ ഒരു നമ്മൾ മിച്ചം വരുന്ന ചോറ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോഴും തയ്യാറാക്കിയതുപോലെ നമുക്ക് ചോറ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഇഡ്ഡലി തട്ടൊന്ന് ഇതുപോലെ കമത്തി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു പഴയ തലേ ദിവസത്തെ ചോറ് നമ്മൾ ഇതുപോലെ ഒന്ന് പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ അതവിടെ എല്ലാ ചോറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ആവിയേറ്റാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി നമ്മളിത് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഇവിടെ നല്ലതുപോലെ ആവി വന്ന് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചോറ് ഒട്ടും തന്നെ വെന്ത് പോകാതെ നല്ലതുപോലെ എടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ വീട്ടിലൊക്കെ മട്ടനായാലും അതുപോലെ തന്നെ ബീഫൊക്കെ വയ്ക്കുമ്പോൾ അതിൽ നിറയെ കൊഴുപ്പുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അധികം കൊഴുപ്പൊന്നും കഴിക്കുന്നത് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ആ കൊഴുപ്പ് മാറ്റാനുള്ള നല്ലൊരു ടിപ്സാണ്. നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് എടുത്ത് ഇതുപോലത്തെ ഒരു തവിയിലിട്ട് കൊടുത്ത ശേഷം ആ പുറത്ത് ഇങ്ങനെ കൊഴുപ്പടഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ അതൊന്ന് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇറച്ചിയിലുള്ള കൊഴുപ്പെല്ലാം നമുക്ക് ആ ഒരു തവിയിലേക്ക് പറ്റി പിടിച്ചിരിക്കും കേട്ടോ. നമുക്കെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. മാക്സിമം നമുക്ക് എല്ലാ കൊഴുപ്പും അതിൽ തന്നെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇത്രയും കൊഴുപ്പ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ ഇറച്ചിയിലുള്ള എല്ലാ കൊഴുപ്പും നമുക്ക് ഇത് തവിയിലേക്ക് എടുക്കാവുന്നതാണ്. ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഇതുപോലെയൊക്കെ ചിക്കനും അതുപോലെ തന്നെ ബീഫ് പോർക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഐസ് കട്ടയായിട്ട് ഇരിക്കാറുണ്ട്. അപ്പം നല്ല ജോലി തിരക്കുള്ളവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് മാറ്റി കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇറച്ചിയിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പായാലും മതി കേട്ടോ. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് നിറയെ പച്ചവെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഐസ് എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും.
പിന്നെ വളരെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ചൂടുവെള്ളം ഒഴിച്ചിടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഐസ് എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ബീഫും അതുപോലെ തന്നെ മട്ടനൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നമ്മൾ ആ കുക്കറിൻ്റെ സ്റ്റീമിൽ തെറിച്ച് നമ്മളെ ടേലിലൊക്കെ വന്ന് തെറിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാനതിവിടെ ഇറച്ചിയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് മൂടി വെച്ച ശേഷം നമ്മൾ അതിൻ്റെ ഒരു സ്റ്റീം ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് ഒന്ന് കമത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് വെന്ത് അതിൻ്റെ വിസിൽ വരുമ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് ഒരു സൈഡും തെറിച്ച് പോകാതെ തന്നെ നല്ല ഈ വൃത്തിയോടെ തന്നെ നമുക്ക് കുക്കർ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാനതവിടെ ആദ്യത്തെ വിസിലൊന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനതവിടെ വിസിൽ കേട്ടിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ ഒരു സൈഡിൽ മാത്രം ചെറുതായിട്ടൊന്ന് വയ്ക്കണം. ആ ഒരു സൈഡും തെറിച്ച് പോകാതെ കുക്കർ നല്ല രീതിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്സുകളൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.